Good morning. Hi everyone. Today we are going to discuss the topics noise pollution and nuclear hazard. First of all, noise pollution. What is noise? Noise is defined as unwanted or offensive sounds that unreasonably intrude into our daily activities. എന്നാൽ നോയ്സ് എന്ന് പറഞ്ഞാൽ അൺവാണ്ടഡ് അല്ലെങ്കിൽ ഒഫൻസീവ് ആയിട്ടുള്ള സൗണ്ട് നമ്മളെ ഡെയിലി ആക്ടിവിറ്റീസിലേക്ക് കയറി വരുന്ന ഒരു കാരണവുമില്ല. അല്ലെങ്കിൽ അൺപ്ലസൻ്റ് ആയിട്ടുള്ള സൗണ്ടിനെ അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള സൗണ്ടിനെയാണ് നമ്മൾ നോയ്സ് എന്ന് പറയുന്നതാണ്. നമുക്കത് പ്ലസൻ്റ് ആയിട്ടുള്ള സൗണ്ട് നമ്മൾ നോയ്സ് ഒരു ശല്യമായിട്ട് നമ്മൾ ഒരിക്കലും കാണില്ല. നമുക്ക് അൺപ്ലസൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് അൺവാണ്ടഡ് ആയിട്ട് ഫീൽ ചെയ്യുമ്പോഴാണ് അതിനെ നമ്മൾ നോയ്സ് പൊല്യൂഷനിലേക്ക് നമ്മളതിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഇനി സൗണ്ടിന് അല്ലെങ്കിൽ നോയ്സിന് രണ്ട് പാരാമീറ്റേഴ്സാണുള്ളത്. ഒന്ന് അതിൻ്റെ ലൗഡ്നെസ് അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി, പിന്നെ മറ്റൊരു പാരാമീറ്റേഴ്സ് പറയുന്നത് പിച്ച് അല്ലെങ്കിൽ ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ്. ഇതാണ് ഫ്രീക്വൻസി. അതിൻ്റെ യൂണിറ്റാണ് ഹെഡ്സ്. അത് നമ്മുടെ ഒരു ഹ്യൂമൻ കേസിൽ, മനുഷ്യൻ്റെ കേസിൽ നമ്മളെ ഓഡിബിൾ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് 20 ഹെഡ്സ് മുതൽ 20,000 ഹെഡ്സ് വരെയാണ്, അല്ലെങ്കിൽ 20 ഹെഡ്സ് മുതൽ 20 കിലോ ഹെഡ്സ് വരെയാണ്. ലൗഡ്നെസ് അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യുന്ന യൂണിറ്റിന് നമ്മൾ പറയുന്ന പേരാണ് ഡെസിബൽ. ഡെസിബൽ സ്കെയിലാണ് ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ലൗഡ്നെസ് മെഷർ ചെയ്യുക. നമ്മുടെ മാക്സിമം പെർമിറ്റഡ് ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ലൗഡ്നെസ് എന്ന് പറയുന്നത് 125 ഡെസിബൽസ് ആണ്. എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ റൂൾസ് ഇൻ 1999 വെച്ചിട്ട് പറയുന്നത്. എന്തൊക്കെ ടൈപ്പ് നോയ്സ് ആണുള്ളത്? ഇൻഡസ്ട്രിയൽ നോയ്സ് ഉണ്ട്. നമുക്കറിയാം പല ഇൻഡസ്ട്രികളിൽ നിന്ന് വരുന്ന നോയ്സ്. അതുപോലെ ട്രാൻസ്പോർട്ട് നോയ്സ്. ട്രാൻസ്പോർട്ടിൽ എയർ ട്രാൻസ്പോർട്ടേഷൻ വരും, റെയിൽ ട്രാൻസ്പോർട്ടേഷൻ വരും, അതുപോലെ റോഡ് ട്രാൻസ്പോർട്ടേഷനും വരും. പിന്നെ നൈബർഹുഡ് നോയ്സ്, നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നിന്നും മറ്റ് നമ്മളെ ഹൗസ് ഹോൾഡ് എക്യുപ്മെൻറ്റ്സ്, മറ്റ് റേഡിയോ, ടി വി, പിന്നെ നമ്മുടെ ലൗഡ് സ്പീക്കേഴ്സ്. ഇപ്പം റിലീജിയസ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ പ്രോഗ്രാമുകളൊക്കെ ലൗഡ് സ്പീക്കറിലൂടെ, മറ്റ് സമ്മേളനങ്ങൾ, അതുപോലെ അനൗൺസ്മെൻറ്റ് വാഹനങ്ങൾ, ഇതുപോലെയൊക്കെ വരുന്ന കുറേ ഇതിലാണ് നൈബർഹുഡ് നോയ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ സോഴ്സുകൾ നോക്കാം. സോഴ്സുകളെ നമുക്ക് പല ഇതിലുണ്ട്. സ്ട്രീറ്റ് ട്രാഫിക്, റെയിൽ, റോഡ്സ്, അതുപോലെ എയർപ്ലെയിൻസ്, കൺസ്ട്രക്ഷൻ. നമ്മുടെ കൺസ്ട്രക്ഷൻ മേഖലയിൽ നിന്ന് വരുന്ന ധാരാളം പല ആക്ടിവിറ്റീസ് കൺസ്ട്രക്ഷൻ പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നത്. അതുപോലെ കൺസ്യൂമർ പ്രൊഡക്റ്റ്, നമ്മുടെ ഹൗസ് ഹോൾഡ് എക്യുപ്മെൻറ്റ്സ് എന്ന് വരെ നമ്മളെ വാഷിംഗ് മെഷീന്, നമ്മളെ ഗ്രൈൻഡേഴ്സ്, മിക്സി, ഇതുപോലത്തെ ധാരാളം എക്യുപ്മെൻറ്റ്സ് നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്നത് തന്നെ നമുക്ക് നോയ്സ് ഉണ്ടാവാറുണ്ട്. ഇനി എന്തൊക്കെയാണ് നോയ്സ് പൊല്യൂഷൻ കാരണം ഉണ്ടാകുന്ന എഫക്ട്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇമോഷണൽ ഓർ സൈക്കോളജിക്കൽ എഫക്റ്റ്, ഇറിറ്റബിലിറ്റി, ആങ്സൈറ്റി ആൻഡ് സ്ട്രെസ്സ്. പിന്നെ നമുക്കറിയാം ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ ആൻഡ് മെൻ്റൽ ഫാറ്റിഗ്. നമുക്കറിയാം, നമുക്ക് ഒരു നല്ല നോയ്സുള്ള സ്ഥലത്ത് നിന്ന് ഒരു കാര്യം പറയുകയോ അല്ലെങ്കിൽ പഠിക്കുകയോ അവിടെ നിന്ന് പഠിപ്പിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും മൈൻഡിലേക്ക് കയറില്ല. കാരണം ഒരു കാം ആൻഡ് ക്വയറ്റ് അന്തരീക്ഷത്തിൽ നിന്നാൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ആ സമയത്ത് നമുക്ക് കോൺസെൻട്രേഷൻ്റെ കുറവുണ്ടാവും. അതൊരു ഫാക്ടറാണ്. പിന്നെ ആങ്സൈറ്റി, ഇതുപോലെ സ്ട്രെസ്സ്. എന്നാൽ ശരിക്ക് കേൾക്കാതെ നമ്മളെപ്പോഴും ഇങ്ങനെ കാത് കൂർപ്പിച്ചിരിക്കേണ്ട അവസ്ഥ, എന്നാൽ തന്നെ ശരിക്ക് മുഴുവൻ കേൾക്കില്ല ഒരവസ്ഥ. പിന്നെ നമുക്കറിയാം, ഒരു സിറ്റിയുടെ ഒത്ത സെൻറ്ററിൽ ഒരു സ്കൂളുണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ കുട്ടികളെ അവർക്ക് ഭയങ്കര ഇതായിരിക്കും, ശല്യമായിരിക്കും. കാരണം എപ്പോഴും ഡിസ്റ്റർബൻസ് ആയിരിക്കും. അപ്പോൾ അവർക്ക് കൃത്യമായിട്ടത് ഒരു കാര്യങ്ങളും ആക്ടിവിറ്റീസിലും പക്ക കോൺസെൻട്രേഷനോടെ ഇൻവോൾവ് ചെയ്യാൻ കഴിയില്ല. പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ഈ നല്ല നോയ്സി അറ്റ്മോസ്ഫിയറിൽ നിന്ന് നമ്മൾ പല കമ്മ്യൂണിക്കേഷനും നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞാൽ അത് കേൾക്കില്ല. അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലൊക്കെ പ്രത്യേകിച്ച് വല്ല
സേഫ്റ്റി അലാമൊക്കെ അടിക്കുന്ന സമയത്ത് ആ അലാം കേൾക്കുക, അല്ലെങ്കിൽ മറ്റൊരാൾ നമ്മളോട് വിളിച്ച് പറയുന്നത് നമ്മൾക്ക് അത് ശരിക്കും ഓഡിബിളായി കേൾക്കാനോ ഐഡൻറ്റിഫൈ ചെയ്യാനോ കഴിയില്ല. അത് വലിയ ഒരു ഹസാർഡ്സിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. പിന്നെ അത് അവിടെയുള്ള ഒരു ഇൻഡസ്ട്രിയിൽ ഇങ്ങനത്തെ ഈ ഭയങ്കര നോയ്സി ആയിട്ടുള്ള ഇതുണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ അവിടുത്തെ വർക്കേഴ്സിൻ്റെ എഫിഷ്യൻസിയെ കുറക്കാൻ കാരണമാകും. അതുപോലെ ആക്സിഡൻറ്റ് റേറ്റുകൾ കൂടാനും അതൊരു കാരണമാവും. ഇനി ഈ നോയ്സിനെ നമുക്ക് എങ്ങനെ കൺട്രോൾ, അതിൻ്റെ ടെക്നിക്കുകൾ ഏതൊക്കെയാണ്? 4 ടെക്നിക്കുകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ, റെഡ്യൂസ് ദ നോയ്സ് അറ്റ് ദ സോഴ്സിൽ നിന്ന് തന്നെ അതിൻ്റെ നോയ്സിൻ്റെ ലെവൽ കുറയ്ക്കാനുള്ള മെത്തേഡുകൾ നമ്മൾ ആലോചിക്കുക. രണ്ടാമത് പറയുന്നത് ബ്ലോക്ക് ദ പാത്ത് ഓഫ് നോയ്സ്, കാരണം നോയ്സ് സഞ്ചരിച്ച് നമ്മുടെ റെസിപ്പിയൻറ്റിൻ്റെ അടുത്തേക്ക് വരുന്ന ആ പാത്ത് നമ്മൾ ബ്ലോക്ക് ചെയ്യുക. അതിന് എന്തെങ്കിലും രക്ഷാകവചങ്ങളോ അല്ലെങ്കിൽ ഭിത്തി കെട്ടിയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് സൗണ്ട് മാക്സിമം അതിനൊരു കേസിങ് ഉണ്ടാക്കിയിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് സൗണ്ടിൻ്റെ പാത്ത് ബ്ലോക്ക് ചെയ്യുക. ഇൻക്രീസ് ദ പാത്ത് ലെങ്ത്ത് കൂട്ടുക, കാരണം നമ്മുടെ അടുത്തുനിന്ന് ഈ സൗണ്ട് ഉണ്ടാക്കുന്ന സോഴ്സിനെ കുറച്ച് ദൂരേക്ക് മാറ്റി സ്ഥാപിക്കുക, അല്ലെങ്കിൽ നമ്മൾ വർക്കേഴ്സ് ജോലി ചെയ്യുന്ന സ്ഥലം കുറച്ചും കൂടെ ഒരു എൻഡിലേക്ക് മാറ്റി നമ്മൾ ആ ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യുക, പാത്ത് ലെങ്ത്ത്. നാലാമത് പറയുന്നത് പ്രൊട്ടക്ട് ദ റെസിപ്പിയൻറ്റ്. നമ്മൾ ആണ് ആ സൗണ്ട് സ്വീകരിക്കുന്നത്. അത് നമ്മളെടുത്ത് നമ്മൾ പല കാര്യങ്ങൾ ഇയർ മഫിങ് അല്ലെങ്കിൽ അത് ഈ നോയ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നതാണ് ഇതിൽ പറയുന്നത്. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് വൺ പറഞ്ഞത് റെഡ്യൂസ് ദ നോയ്സ് അറ്റ് ദ സോഴ്സിൽ നിന്ന് തന്നെ, കാരണം മാക്സിമം അതിനൊരു ഇപ്പോൾ ഒരു കംപ്രസർ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിൽ നല്ല നോയ്സ് ഉണ്ടാക്കുന്ന ഒരു എക്യുപ്മെൻറ്റ്, അതിന് ശരിക്ക് അക്വാസ്റ്റിക്കലി സീൽഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കോൺക്രീറ്റ് ഭിത്തി കെട്ടിയിട്ട് അതിനെ ഒരു ഇതിൽ ഇതാക്കി വെക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് സൗണ്ട് ഉണ്ടാക്കി വരുന്ന ഹോൾസുകളെല്ലാം ഇത് അടക്കുക. എങ്ങനെയൊക്കെയോ സൗണ്ട് നമുക്ക് ആ സോഴ്സിൽ നിന്ന് തന്നെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുക. പിന്നെ ആ സോഴ്സിൽ നിന്ന് ചിലപ്പോൾ ലൂബ്രിക്കേഷൻ ഉപയോഗിക്കാത്തത് കൊണ്ടായിരിക്കും ആ എൻജിന് ചെയിൻ ഡ്രൈവ് ഇതിലൊക്കെ പലയിടത്തും കാര്യമായ ലൂബ്രിക്കേഷൻസ് ഉപയോഗിക്കാത്തത് കൊണ്ടായിരിക്കും, ചിലപ്പോൾ കറക്റ്റായിട്ട് മെയിൻ്റനൻസ് ചെയ്യാത്തത് കൊണ്ടായിരിക്കും, ചിലപ്പോൾ അതിൻ്റെ വൈബ്രേഷൻ നമ്മൾ കുറയ്ക്കാത്തത്, അതിൻ്റെ കറക്റ്റ് മാനുഫാക്ചറിങ് ഇതിൽ, അല്ലെങ്കിൽ അത് അസംബിൾ ചെയ്ത സമയത്ത്, അല്ലെങ്കിൽ അത് അവിടെ ഫിറ്റ് ചെയ്ത സമയത്ത് അതിൻ്റെ ഫൗണ്ടേഷൻ കറക്റ്റ് അല്ലാത്ത കാരണം അതിൽ നിന്ന് വരുന്ന ജെർക്കിങ് മൂലമൊക്കെ ഉണ്ടാകുന്ന പല സൗണ്ടുകളാണ്. ഇതെല്ലാം അവിടെ നിന്ന് നമ്മൾ ക്ലിയർ ചെയ്യുക. എന്നാൽ കറക്റ്റായിട്ട് മെയിൻ്റനൻസ് ചെയ്തു പോകണം എല്ലാ മെഷീനറികളും. അപ്പോൾ മാക്സിമം വൈബ്രേഷൻ കുറക്കണം, അതോടൊപ്പം ഇതിൻ്റെ സൗണ്ട് നോയ്സ് കുറക്കാൻ കഴിയണം. പിന്നെ ട്രാഫിക് വോളിയം ആൻഡ് സ്പീഡ് ഓൾസോ സിഗ്നിഫിക്കൻ്റ് എഫക്റ്റ്, കാരണം ഇതിൻ്റെ ട്രാഫിക് വോളിയം അതുപോലെ സ്പീഡ്, കാരണം ഒരു ലിമിറ്റിനപ്പുറം പോയി കഴിഞ്ഞാൽ, സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര നമുക്ക് ഇറിറ്റേറ്റിംഗ് സൗണ്ട് ഉണ്ടാകും. അപ്പോൾ ആ സൗണ്ട് ഒക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. അങ്ങനെ സ്പീഡ് ലിമിറ്റ് വെക്കുക. പിന്നെ നമ്മൾ ഇവിടെ തന്നെ സൗണ്ട് അബ്സോർബിങ് മെറ്റീരിയൽസ് പലതും നമ്മൾ ഇത് ചെയ്യുക, സൗണ്ടിനെ അബ്സോർബ് ചെയ്യുന്ന പല ആ ഏരിയയിലുള്ള പല സുഷിരങ്ങളുള്ള അതിൻ്റെ ഏരിയ കൂട്ടിയിട്ടും അതിൻ്റെ കാർപ്പറ്റ് വിരിച്ചിട്ടും പല സൗണ്ട് അബ്സോർബിങ് മെറ്റീരിയൽസ് ഉപയോഗിക്കുക. പിന്നെ യൂസിങ് എഫിഷ്യൻറ്റ് ഫ്ലോ ടെക്നിക്കുകൾ ഉപയോഗിക്കുക. അതുപോലെ ജെറ്റിൻ്റെ വെലോസിറ്റി കൺട്രോൾ ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക. കാരണം ജെറ്റിൻ്റെ വെലോസിറ്റിയൊക്കെ നമുക്കറിയാം, ഒരു വെള്ളം ചാടുന്നൊരു വെള്ളച്ചാട്ടത്തിൽ നിന്നൊക്കെ നമുക്കറിയാം, അപ്പോൾ നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെ ഒരു ടർബൈന് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര സൗണ്ടായിരിക്കും. അത് മാക്സിമം എങ്ങനെയൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയും അതൊക്കെ ചെയ്യാം ഇതിൻ്റെ സോഴ്സിൽ നിന്ന് തന്നെ. രണ്ടാമത് പറയുന്ന പോയിൻ്റ് ബ്ലോക്ക് ദ പാത്ത് ഓഫ് നോയ്സ്. ആ പാത്ത് ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. കൺസ്ട്രക്ഷൻ ഓഫ് ടെമ്പററി ഓർ പെർമനൻറ്റ് ബാരിയേഴ്സ്, നമ്മൾ മതിൽ കെട്ടി അടക്കുക. രണ്ടാമത് പറയുന്നത് പ്ലാന്റിങ് ഓഫ് ട്രീസ് അറൗണ്ട് ദ ഹൗസ് ക്യാൻ ഓൾസോ ആക്ട് ആസ് എഫക്റ്റീവ് നോയ്സ് ബാരിയേഴ്സ്. കാരണം നല്ല ഇലകളുള്ള, നല്ല തിങ്ങിയ ഇലകളുള്ള പ്ലാന്റുകൾ സ്ഥാപിക്കുക, പ്ലാന്റ് ചെയ്യുക. ഹൈലി അബ്സോർബറ്റീവ് ഇൻറ്റീരിയർ ഫിനിഷ് മെറ്റീരിയൽസ് ഫോർ വാൾസ്, സീലിങ്സ് ആൻഡ് ഫ്ലോർസ് ആൻഡ് ഡിക്രീസ് ദ ഇൻഡോർ നോയ്സ് ലെവൽ സിഗ്നിഫിക്കൻ്റ്ലി. കാരണം സൗണ്ടിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന പല മെറ്റീരിയൽസ് ഉണ്ട്. അത് വാളിലും എന്നാണ് ഈ സുഷിരങ്ങളുള്ള സീലിങ്ങിലും ഫ്ലോറിലൊക്കെ കാർപ്പറ്റ് വിരിച്ചും പല ഇതിലും നമുക്ക് ഇത് ചെയ്യാൻ കഴിയും. അപ്പം ആ പാത്ത് മാക്സിമം ബ്ലോക്ക് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും സൗണ്ട് പുറത്തേക്ക് വരുന്നത് ഇത് കുറയ്ക്കുക.
മൂന്നാമത് പറയുന്ന പോയിന്റ് ഇൻക്രീസ് ദ പാത്ത് ലെങ്ത്. ഇൻക്രീസ് ഇൻ ദ ഡിസ്റ്റൻസ് ഫ്രം ദ നോയ്സ് സോഴ്സ് ആൻഡ് ദ റെസിപ്പിയൻ ഓഫേഴ്സ് എ പാസീവ് മീൻസ് ഓഫ് കൺട്രോൾ. അതിൽ പറയുന്നത് മുനിസിപ്പൽ ലാൻഡ് യൂസ് ഓർഡിനൻസസ് പെർട്ടൈനിങ് ദ ലൊക്കേഷൻ ഓഫ് എയർപോർട്ട് മേക്സ് യൂസ് ഓഫ് അറ്റ്യൂനേറ്റിംഗ് എഫക്റ്റ് ഓഫ് ഡിസ്റ്റൻസ് ഓൺ സൗണ്ട് ലെവൽ. അപ്പോൾ നമ്മുടെ എയർപോർട്ടുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ഇതൊക്കെ റെസിഡൻഷ്യൽ ഏരിയയിൽ നിന്ന് മാറി ഇതുപോലെ സൗണ്ട് ഉണ്ടാകുന്നതൊക്കെ റെസിഡൻഷ്യൽ ഏരിയയിൽ നിന്ന് മാറി. ഇപ്പോൾ നമുക്കറിയാം ഈ കോറികൾ, കല്ല് പൊട്ടിക്കുന്ന കോറികൾ, അവിടെയൊക്കെ എപ്പോഴും ഫസ്റ്റ് അത് എക്സ്പ്ലോഷൻ അങ്ങനെ വെടി വെച്ചിട്ടാണ് കരിങ്കല്ല് പൊട്ടിക്കുന്നത്. പിന്നെ അത് പല സൈസിലേക്ക് സാൻഡും ചെറിയ മെറ്റൽസും ഒക്കെ ആക്കി മാറ്റുമ്പോൾ ഇഷ്ടംപോലെ പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. ഇതൊന്നും റെസിഡൻഷ്യൽ ഏരിയയിൽ ആരും പെർമിറ്റ് കൊടുക്കില്ല. അത് ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിന്ന് മാറി ഒരു അറ്റത്തായിരിക്കും ഉണ്ടാവുക. നാലാമത് പറയുന്നത് പ്രൊട്ടക്ട് ദ റെസിപ്പിയൻറ്റ്, നമ്മുടെ സൂക്ഷിക്കാനുള്ളതാണ്. യൂസ് ഓഫ് ഇയർ പ്ലഗ് ആൻഡ് ഇയർ മഫ്സ്, കാരണം നമ്മുടെ ചെവിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇയർ പ്ലഗും ഇയർ മഫൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 40 ഡെസിബൽ വരെ നമുക്കത് റെഡ്യൂസ് ചെയ്യാൻ കഴിയും ഇയർ ഡ്രമ്മിൻ്റെ. കാരണം ഇതിൻ്റെ പിന്നെ നമ്മൾ ലെജിസ്ലേഷൻ, കാരണം നിയമങ്ങൾ ശരിക്കും പാലിക്കുക. ഇപ്പോൾ നമുക്ക് എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളുടെ അടുത്ത് ഇത്ര ഇതേ പാടുള്ളൂ. പിന്നെ വനമേഖലകളിൽ പലയിടത്തും സൗണ്ട് ഹോണ് പാടില്ല. നമ്മൾ ഫോറസ്റ്റിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതൊക്കെ 0 സൗണ്ട് സോണാണ്. അവിടെ ഒന്നും അങ്ങനെ ഹോൺ അടിക്കാനോ ഇതൊന്നും പാടില്ല. അങ്ങനത്തെ അതുപോലെ ഇതാണ് നമുക്കറിയാം ഈ ലൗഡ് സ്പീക്കേഴ്സിന്. ഇപ്പോൾ ഇതൊക്കെ 10 മണി വരെ ലൗഡ് സ്പീക്കറിന് പെർമിറ്റ് ഉള്ളൂ. 10 മുതൽ രാത്രി 10 മണി വരെ, 10 to 6 ഒരു സൗണ്ട് ഉണ്ടാകാൻ പാടില്ല. ലൗഡ് സ്പീക്കറിന് പെർമിറ്റ് ഇല്ല. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇങ്ങനത്തെ നിയമങ്ങളെല്ലാം കൃത്യമായിട്ട് പാലിക്കുക. അങ്ങനെ നമുക്ക് നോയിസ് പൊല്യൂഷന് രക്ഷ നേടാൻ കഴിയുള്ളൂ. ഇനി നെക്സ്റ്റ് പറയുന്നത് ന്യൂക്ലിയർ ഹസാർഡ്സ്. ന്യൂക്ലിയർ ഹസാർഡ്സ് നമുക്കറിയാം. ന്യൂക്ലിയർ റിയാക്ഷൻസ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫിഷനും ന്യൂക്ലിയർ ഫ്യൂഷനാണ്. അതിൽ ന്യൂക്ലിയർ ഫിഷനാണ് നമുക്ക് കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. കുറേ റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് ഉണ്ട് നമുക്കറിയാം. യുറേനിയം 235, യുറേനിയം, അതുപോലെ തോറിയം, പൊട്ടാസ്യം, റേഡിയം, കാർബൺ 14, ഇതുപോലെ കുറേ റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് ഉണ്ട്. കാരണം റേഡിയോ ആക്റ്റീവ് എനർജി അല്ലെങ്കിൽ ന്യൂക്ലിയർ എനർജി എന്നുള്ളത് ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. എന്നാൽ ഇഷ്ടംപോലെ നമ്മൾ ഏകദേശം 17% ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ന്യൂക്ലിയർ പവർ പ്ലാന്റിലൂടെയാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതുമാണ്, എന്നാൽ അത് ഹാംഫുള്ളാണ്. ബെനഫിഷ്യലും ഉണ്ട്, ഹാംഫുള്ളാണ് രണ്ടും. അതിൻ്റെ റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് വേസ്റ്റ്, ന്യൂക്ലിയർ വേസ്റ്റുകൾ ഡംപ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായ അല്ലെങ്കിൽ ഹാംഫുള്ളായുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ഇത് എവിടെ കൊണ്ടാണ് ഡംപ് ചെയ്ത് കഴിഞ്ഞാലും അത് അവിടെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അവിടെയുള്ള ലിവിങ് ഓർഗാനിസംസിന് ഇത് ഭയങ്കര ഹസാർഡ്സായിട്ട് ഇതാവും. ഇത് എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മളെ ജനറ്റിക്കലി മ്യൂട്ടേഷൻ സംഭവിക്കാൻ, DNA അല്ലെങ്കിൽ ക്രോമസോമിന് വരെ, നമ്മളെ ജീനുകൾക്ക് വരെ ഇത് സംഭവിക്കാനുള്ള മ്യൂട്ടേഷൻസ് അല്ലെങ്കിൽ ഇത് സംഭവിക്കാനുള്ള അത്രയും ഹസാർഡ്സായ നമ്മളെ ഉള്ളിലേക്ക് തുളച്ച് കയറി പല ക്യാൻസർ പോലത്തെ മറ്റ് മാരക രോഗങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു സംഭവമാണ് ന്യൂക്ലിയർ വേസ്റ്റ്. കാരണം പല നമ്മളെ ലങ്സിനെ, നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിനെ, അതുപോലെ നമ്മളെ ഇയർ ഡ്രം ബ്രേക്ക് ആവുന്നതിനെ, പിന്നെ ധാരാളം ഇതിന് കാരണമാവാൻ ഡെത്തുകൾക്കും മറ്റ് ജനിക്കാൻ പോകുന്ന കുട്ടികളെ വരെ ബാധിക്കുന്ന ഒരു വിഷമാണ് ന്യൂക്ലിയർ പൊല്യൂഷൻ കാരണം ഉണ്ടാകുന്നത്. അതിൻ്റെ സോഴ്സുകളെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നാച്ചുറൽ സോഴ്സും മാൻമെയ്ഡ് സോഴ്സും. നാച്ചുറൽ സോഴ്സ് എന്ന് പറയുന്നത് കോസ്മിക് റേസ് ഫ്രം ഔട്ടർ സ്പേസിൽ നിന്ന് വരുന്ന കോസ്മിക് റേസ് ആണ്. അതുപോലെ എമിഷൻസ് ഫ്രം റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ഇൻ ദ എർത്ത് ക്രസ്റ്റ്, റോക്ക്, മറൈന്, സെഡിമെൻറ്റ്സ്, ഇതെന്നെല്ലാം വരുന്ന റേഡിയോ ആക്റ്റീവ് ഇതിലെ എമിഷൻസാണ് വരുന്നത്. മാൻമെയ്ഡ് സോഴ്സ് എന്ന് പറയുന്നത് മൈനിങ് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് റേഡിയോ ആക്റ്റീവ് ഓറുകൾ നമ്മളെ കുഴിച്ചെടുക്കുന്ന സമ്പുഷ്ടീകരണം, യുറാനിയം സമ്പുഷ്ടീകരണം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിൽ കുഴിച്ചെടുക്കുന്ന സമയത്ത് വരുന്ന കുറേ അതൊക്കെ നമ്മുടെ കാരണത്താൽ ഉണ്ടാകുന്നതാണ്. പിന്നെ പവർ പ്ലാന്റിൽ നിന്ന് ഉണ്ടാകുന്ന ലീക്കേജുകൾ, പിന്നെ നമ്മളെ മെഡിക്കൽ കുറേ രോഗങ്ങൾ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്റേ, അതുപോലെ അൾട്രാസോണിക്, ഇതൊക്കെ നമ്മൾ റേസൊക്കെ നമ്മൾ ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. റേഡിയോ ഐസോട്ടോപ്പ്, ഇതെല്ലാം മെഡിസിനിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് റേഡിയേഷൻ പ്രോസസ്സുകൾ. അങ്ങനത്തെ കുറേ സംഭവങ്ങൾ
ഒക്കെ നമ്മുടെ മാൻമെയ്ഡ് സോഴ്സുകളാണ്. പിന്നെ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് എന്നുള്ളത്, അതുപോലെ ന്യൂക്ലിയർ വെപ്പൺസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, ന്യൂക്ലിയർ വെപ്പൺസ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പരീക്ഷണശാലകളിൽ നിന്നെല്ലാം ഇത് ലീക്കായിട്ടും അല്ലാതെയൊക്കെ ആയിട്ട് പുറത്തേക്ക് വരും. പിന്നെ മൈനിങ്, മില്ലിങ്, ന്യൂക്ലിയർ റിയാക്ടർ ആൻഡ് റീപ്രോസസ്സിങ് ഓഫ് ന്യൂക്ലിയർ ഫ്യൂവൽ കോസ് ന്യൂക്ലിയർ പൊല്യൂഷൻ. ന്യൂക്ലിയർ പൊല്യൂഷൻ ആണ് എവിടെയൊക്കെ ന്യൂക്ലിയർ പൊല്യൂഷൻ ഉണ്ടോ, അല്ലെങ്കിൽ അത് ഡംപ് ചെയ്യുന്ന സ്ഥലത്ത് സോഴ്സിൽ നിന്നൊക്കെ, അവിടെ നിന്നൊക്കെ ഇത് ലീക്കായിട്ടും അല്ലാതെ മഴ പെയ്യുന്ന സമയത്തും കാറ്റടിക്കുന്ന സമയത്തും പല കോലത്തിലും മറ്റ് സ്ഥലങ്ങളിലേക്ക് അത് വ്യാപിപ്പിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അതിൻ്റെ എഫക്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എഫക്ട്സ് ഓഫ് ന്യൂക്ലിയർ ഹസാർഡ്സ്. എക്സ്പോഷർ ഓഫ് ദ ബ്രെയിൻ ആൻഡ് സെൻട്രൽ നെർവസ് സിസ്റ്റം ഓഫ് ഹൈ ഡോസസ് ഓഫ് റേഡിയേഷൻ കോസസ് ഡെലിറിയം. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ ബ്രെയിനിനെ, അതുപോലെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ, അതുപോലെ ജീനിന്, ക്രോമസോമിന് എല്ലാത്തിനെയും മ്യൂട്ടേഷൻ സംഭവിക്കാൻ വരെ കാരണമാവുന്ന നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിനെല്ലാം ഇത് ബാധിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് സ്കിൻ ക്യാൻസർ, അതുപോലത്തെ മറ്റ് കണ്ണുകൾക്ക് തിമിരം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ വൊമിറ്റിംഗ് ടെൻഡൻസി, എന്നാൽ മരണത്തിന് വരെ, അല്ലെങ്കിൽ ബ്രെയിൻ ഡാമേജ്, അല്ലെങ്കിൽ മെൻ്റലി ഡിസോർഡർ ആവാനുള്ള കാരണങ്ങൾ, പിന്നെ അബോർഷൻ സംഭവിക്കാനുള്ള, ജനിക്കാനിരിക്കുന്ന കുട്ടികളിലേക്ക് വരെ ഈ ഒരു ഇത് എത്തുന്ന അവസ്ഥ. നമുക്ക് അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ ജപ്പാനിലെ ഹിരോഷിമ നാഗസാക്കി. അവിടെ ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായതിന് ശേഷം അവിടുത്തെ ജനിക്കാനിരിക്കുന്ന കുട്ടികളിൽ വരെ അതിൻ്റെ എഫക്റ്റ് നീണ്ടു നിന്നു എന്നുള്ളത്, ഈ ജനറ്റിക്കലി അവർക്ക് മാറ്റം സംഭവിച്ചു എന്നുള്ളതിൻ്റെ, ജനറ്റിക്കലി അവരെ ക്രോമസോമ, DNA ഇതിനൊക്കെ മാറ്റം സംഭവിച്ചു എന്നുള്ളതിന് തെളിവാണ്, സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ളതുമാണ്. ഇനി ഇതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം ന്യൂക്ലിയർ ഹസാർഡ്സിനെ? ലബോറട്ടറി ജനറേറ്റഡ് ന്യൂക്ലിയർ വേസ്റ്റ് ഷുഡ് ബി ഡിസ്പോസ്ഡ് ഓഫ് സേഫ്ലി ആൻഡ് സയൻറ്റിഫിക്കലി. എന്നാൽ നമുക്കറിയാം ഇത് എന്തായാലും ഇത് ഹസാർഡസ് ആണെന്ന്. അപ്പോൾ അതിനെ എത്രത്തോളം അത് ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം സേഫായിട്ട് അല്ലെങ്കിൽ സയൻറ്റിഫിക്കലി നമ്മൾ ചെയ്യാൻ പാടുള്ളൂ, വേസ്റ്റ് ഡംപ് ചെയ്യാൻ പാടുള്ളൂ. അതൊരിക്കലും റെസിഡൻഷ്യൽ ഏരിയയിലേക്ക് അല്ലെങ്കിൽ മറ്റ് ലിവിങ് ഓർഗാനിസത്തിലേക്ക് എത്താൻ പാടില്ല എന്നുള്ളത് നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് വരുന്ന ലൊക്കേഷൻ, ആ ഏരിയ തിരഞ്ഞെടുക്കുന്നതിന് മുന്നേ ആ ജിയോളജിക്കൽ ഏരിയ, അതിൻ്റെ കറക്റ്റ് ഏരിയ, അവിടുത്തെ ടെക്ടോണിക് ആക്ടിവിറ്റി, അതുപോലെ കറക്റ്റ് എല്ലാം നമ്മളൊന്ന് ശരിക്ക് ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം, പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മളവിടെ സ്ഥാപിക്കാൻ പാടുള്ളൂ. അപ്രോപ്രിയേറ്റ് പ്രൊട്ടക്ഷൻ അഗേൻസ്റ്റ് ദ ഒക്കുപേഷണൽ എക്സ്പോഷർ. പിന്നെ ലീക്കേജ് ഓഫ് റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് ഫ്രം ന്യൂക്ലിയർ റിയാക്ടേഴ്സ്, കെയർലെസ് യൂസ് ഓഫ് റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് ആസ് എ ഫ്യൂവൽ ആൻഡ് കെയർലെസ് ഹാൻഡ്ലിംഗ് ഓഫ് റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് മസ്റ്റ് ബി പ്രിവെൻറ്റഡ്. ഇതെല്ലാം നമ്മൾ തടയണം. നമ്മുടെ കെയർലെസ് ആയിട്ടുള്ള ഉപയോഗങ്ങൾ, അതുപോലെ ഫ്യൂവലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ന്യൂക്ലിയർ റിയാക്ടർ എന്നുള്ള ചോർച്ച, ഇതെല്ലാം നമ്മൾ ശരിക്ക് കൺട്രോൾ ചെയ്യണം. അതുപോലെ സേഫ്റ്റി മെഷേഴ്സ് അഗെയിൻസ്റ്റ് ആക്സിഡൻ്റൽ റിലീസ് ഓഫ് റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് മസ്റ്റ് ബി എൻഷ്യൂർഡ് ഇൻ എ ന്യൂക്ലിയർ പ്ലാന്റ്സ്. എല്ലാവിധ സേഫ്റ്റി മെഷേഴ്സും നമ്മൾ പാലിക്കണം. അൺലെസ് അബ്സല്യൂട്ട്ലി നെസസറി വൺ ഷുഡ് നോട്ട് ഫ്രീക്വൻ്റ്ലി ഗോ ഫോർ ഡയഗ്നോസിസ് ബൈ എക്സ്റേ. നമുക്കറിയാം നമ്മൾ ഒരു ബോണിന് എന്തെങ്കിലും ഫ്രാക്ചർ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി എക്സ്റേ ആണ് ഉപയോഗിക്കുക. അപ്പോൾ എക്സ്റേ കൂടുതൽ, പ്രത്യേകിച്ച് നമ്മളെ ചെസ്റ്റ്, അതുപോലെ ഹിപ്പ്, ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾ എക്സ്റേ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നത് ഒഴിവാക്കുക. ഇതെല്ലാം ഹാംഫുൾ ആയിട്ടുള്ള റേസ് ആണ്. Regular monitoring of the presence of radioactive substance in high-risk area should be ensured. അപ്പോൾ ഇത്രയാണ് കൺട്രോൾ മെഷേഴ്സിൽ പറയുന്നത്. ഇതിന് ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ചെർണോബിൽ ന്യൂക്ലിയർ ഡിസാസ്റ്റർ. അതൊരു കേസ് സ്റ്റഡി ആയിട്ട് പറയുന്നുണ്ട്. 1986 ഉക്രൈനിലെ 1000 മെഗാവാട്ട് ഇലക്ട്രിക്കൽ പവർ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആയിരുന്നു. അവിടെ ഒരു എക്സ്പ്ലോഷൻ സംഭവിച്ചു. ഏകദേശം 2000-ഓളം ആളുകൾ മരിച്ചു. പഴയ USSRൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലമായിരുന്നു. അവിടെ എത്രത്തോളം എന്ന് വെച്ചാൽ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു,
ഇത് എത്ര കാലം പറഞ്ഞാൽ ഒരു ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ ഉണ്ടായി, ന്യൂക്ലിയർ ഹസാർഡ്സ് ഉണ്ടായി കഴിഞ്ഞാൽ അത് വർഷങ്ങളോളം അപ്പോഴോ അല്ലെങ്കിൽ ആ ഒരു വർഷമോ തീരുന്നതല്ല. അത് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അവിടെയുള്ള പുല്ലുകളിലും പ്ലാന്റുകളിലും എത്തി അവിടുന്ന് ആ പുല്ല് തിന്ന് പശുക്കളിലൂടെ ആ പാലിൽ വരെ അതുണ്ടായിരുന്നു. അങ്ങനെ ഡെൻമാർക്കും സ്വീഡനും പോലത്തെ രാജ്യങ്ങൾ, ഈ രാജ്യങ്ങൾ ഇത്രയും രാജ്യങ്ങളാണ് ഇവിടുന്ന് ലൊക്രയിൽ നിന്നുള്ള മിൽക്ക് റിലേറ്റഡ് മിൽക്ക് കണ്ടെയ്നിങ് പ്രൊഡക്ട്സുകളെ വരെ ബാൻ ചെയ്ത ഒരവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം ഹാംഫുൾ ആണെന്നുള്ളത് തെളിയിക്കുന്നതാണ് ചെർണോബിൽ ന്യൂക്ലിയർ ഡിസാസ്റ്റർ. അതിനെക്കുറിച്ചാണ് ഈ സ്ലൈഡിൽ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.